മാണിപ്പേടിയിലോ മുന്നണികളെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുകയാണ് പ്രശ്നാധിഷ്ഠിത സഹകരണം കെ എം മാണിയുമായി ഉണ്ടാകുമെന്ന്. ഇന്നിപ്പോൾ UDF അതിനുമപ്പുറത്തേക്ക് കടന്ന് ഒരു തരത്തിലും ഞങ്ങളായിട്ട് വിച്ഛേദിച്ചിട്ടില്ല, വിച്ഛേദിക്കുന്ന പ്രശ്നവുമില്ല, അദ്ദേഹം മടങ്ങി വരണം, തദ്ദേശ സ്ഥാപനങ്ങളിൽ സഹകരണം തുടരുമെന്നും പറയുകയാണ്. ചുരുക്കത്തിൽ മാണിയെ വിട്ടുകളയാൻ UDF കഴിയാതിരിക്കുന്നത് മനസ്സിലാക്കാം. LDF മറ്റൊരു സമീപനം സ്വീകരിക്കുന്നതുകൊണ്ട് സ്വന്തം നിലപാട് കൂടുതൽ ശക്തമാക്കിക്കൊണ്ടാണിപ്പോൾ മാണി സഹകരണത്തിനുള്ള വാതിൽ UDF തുറന്നിട്ടിരിക്കുന്നത്. മാണിക്ക് ഇത്ര വിലപേശൽ ശക്തി നിങ്ങളായി കൂടെ കൊടുക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ മാണിക്ക് വിലപേശൽ ശക്തിയൊന്നും കൊടുക്കുന്നില്ല. മാണിയെ ഇപ്പുറത്തെടുക്കാമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. മാണിയുടെ അടുത്ത കാലത്തായി അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളോട് ശക്തിയായ വിയോജിപ്പുള്ളതാണ് ഇടതുപക്ഷ മുന്നണി. പിന്നെ അദ്ദേഹം എടുക്കുന്ന ഒരു പാർട്ടിയെ സ്വീകരിക്കുകയും നിരാകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ പാർട്ടി എടുക്കുന്ന നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ പാർട്ടി എടുക്കുന്ന നിലപാട് ഇന്നുവരെ UDFൻ്റെ നയത്തിനോ NDAയുടെ നയത്തിനോ എതിരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല മാണി. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ നമ്മളിഞ്ഞെടുക്കുന്ന പ്രശ്നമേ അതിനകത്തില്ല. നിലപാടുകൾ പുനഃപരിശോധിക്കാൻ അദ്ദേഹം തയ്യാറായാൽ മാത്രമേ ആ കക്ഷിയോടുള്ള സമീപനം എന്താണെന്ന് LDF ആലോചിക്കേണ്ടതുള്ളൂ. അല്ലാതെ മാണി ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, ഞാനൊരു വലിയ സുന്ദരിയാണ് കേരള കോൺഗ്രസ്, ആ സുന്ദരിയെ എല്ലാവരും മോഹിച്ച് നടക്കുകയാണ്. ആ സുന്ദരിയുടെ പ്രവൃത്തിയും സുന്ദരിയുടെ ഉള്ളിലിരിപ്പുമാണ് പ്രധാനം. സൗന്ദര്യം കണ്ടിട്ട് ആൾരൂപം കണ്ടിട്ട് അടുപ്പിക്കാൻ നോക്കില്ല. അതിൽ വല്ല മാറ്റമുണ്ടോ? ആ മാറ്റമില്ലാത്തിടത്തോളം കാലം മാണിയെ എങ്ങനെയാണ് LDF എടുക്കാൻ സാധിക്കില്ല. അതിൽ മാറ്റം വരണം, ആ സ്വഭാവത്തിൽ മാറ്റം വരണം. അങ്ങനെ മാത്രം വരുമ്പോഴാണ് LDF അക്കാര്യം ആലോചിക്കുന്നത്. അത്രയേ ഉള്ളൂ കോടിയേരി പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ അങ്ങനെയെങ്കിൽ ഇന്നത്തെ UDF തീരുമാനം ഈ രൂപത്തിലാകുന്നതിൽ കോടിയേരിയുടെ ഇന്നലത്തെ പ്രതികരണം ഒരു പങ്ക് വഹിച്ചിട്ടില്ല. അല്ല, UDFന് കനത്ത നഷ്ടമാണ്. കാരണം ഇപ്പോൾ UDF എന്ന് പറഞ്ഞ കക്ഷി ഇല്ല. അതിനകത്തുള്ള എല്ലാം പൊഴിഞ്ഞു പോയി. ആകെയുള്ള ലീഗേ ഉള്ളൂ ഇപ്പോൾ. ആ ലീഗിൻ്റെ തന്നെ നിലപാട് ഇതിനെ തന്നെ നിൽക്കുമോ, ഈ മുങ്ങുന്ന കപ്പലിൽ നിൽക്കണമോ മാറണമോ എന്നുള്ള കാര്യം അവരുടെ ചില സംഭാഷണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജനതാദളിന് ഇപ്പോൾ UDFിൽ നിൽക്കാൻ സാധിക്കില്ല. RSP ഉണ്ടായിരുന്നു, അത് പോയി കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്ന ഏക കക്ഷി ലീഗേ ഉള്ളൂ. കേരള കോൺഗ്രസ് 3 കക്ഷികളുണ്ടായിരുന്നു, അതിലൊരു കക്ഷി പോയിരിക്കുന്നു. അതാണെന്ന് ശ്രീ പിണറായി പറയുകയുണ്ടായത്. 3 തൂണിൽ നിന്നതാണ് UDF, അതിൽ ഒരു തൂണ് പോയി. ഇപ്പോൾ 2 തൂണിലാണ് ഇത് നിൽക്കുന്നത്. ആ മറ്റേ തൂണ് തന്നെ ഇതിനകത്ത് ഉറച്ചു നിൽക്കുമെന്നുള്ള കാര്യം ദേശീയ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും വരുന്ന ഗതിവിഗതികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ലീഗ് പോലും ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ മുന്നണി തീർന്നിരിക്കുന്നു. UDF എന്ന് പറഞ്ഞ മുന്നണി അവസാനിച്ചിരിക്കുന്നു. കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കലല്ലാതെ അതിന് വേറെ മാർഗമുണ്ട്. ശരി, ശ്രീ JR പത്മകുമാർ, ഇന്നിപ്പോൾ UDF ഈ സമീപനം എടുത്തിരിക്കുന്നത് മനസ്സിലാക്കാം. മാണി പോകാൻ പാടില്ല. കാരണം പിണറായി വിജയൻ തന്നെ പറയുന്നുണ്ടല്ലോ, ആ സൗധം തകരുകയാണ് മാണി പോകുമ്പോൾ. LDF 2 ഉദ്ദേശങ്ങളുണ്ട്. NDAയിലേക്ക് പോകരുത് എന്നതാണ് പരമമായ ഉദ്ദേശം. 2, ഇപ്പോൾ ഇനി ഇങ്ങോട്ടേക്ക് മാണിയെ ഉൾപ്പെടുത്താൻ കഴിയില്ലെങ്കിലും പരമാവധി UDFനെ ശിഥിലീകരിക്കാൻ കഴിയുന്ന സാധ്യതയായി മാണി സംഭവഗതികളെ ഉപയോഗിക്കുക എന്നത്. ഈ 2 മുന്നണികളിൽ നിന്ന് ഒരു 3ാം മുന്നണിയുടെ സാധ്യത തേടാനുള്ള നിങ്ങളുടെ ഒരു അവസരമായി നിങ്ങൾ കാണുന്നതിനെ ഈ 2 മുന്നണികളും ചേർന്ന് തന്നെ ഇല്ലാതാക്കില്ലേ? UDFനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പതനത്തിൻ്റെ തുടക്കം ആയി കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ JDU വളരെ വ്യക്തമായിട്ട് അവരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു തുടങ്ങി. മുസ്ലിം ലീഗ് അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരുമായിട്ട് വെവ്വേറെ ചർച്ച നടത്തി അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളൊരു ശ്രമം നടത്തി. UDFൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് KM മാണി UDF വിടാൻ തീരുമാനമെടുത്തതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ ആ ബന്ധം തുടരും എന്ന് പറഞ്ഞതിൻ്റെ അന്ന് തന്നെ രമേശ് ചെന്നിത്തല അന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞത് അത് ഞങ്ങൾ ആലോചിക്കും, അത് വേണമോ വേണ്ടതെന്ന് ആലോചിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് നേരെ പ്ലേറ്റ് മാറ്റിയത് അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹം ഈ KM മാണി പറഞ്ഞത് 2 UDFനും LDFനും എതിരായിട്ട് ഒരു സമദൂരം ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പോൾ LDFനെ
ആശങ്കപ്പെടുത്തുന്നത് അദ്ദേഹം NDAയുമായി സഹകരിച്ച ഒരു സാധ്യത കേരളത്തിലുണ്ടായാൽ മധ്യ തിരുവിതാംകൂർ ഉൾപ്പെടെ BJP നേതൃത്വം കൊടുക്കുന്ന NDAയ്ക്ക് ഒരു സ്ട്രോങ് ആയി അടിത്തറ ഉണ്ടായാൽ അത് പൊതുവേ മധ്യ തിരുവിതാംകൂറിൽ CPM ബലക്ഷയം നേരിടുന്ന ഈ സാഹചര്യത്തിൽ അതൊരു ഭീഷണിയായിട്ട് കാണുന്നതുകൊണ്ട് ഒരു വല സൃഷ്ടിക്കുക എന്നുള്ളൊരു ദുരുദ്ദേശമുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് ക്ഷണിക്കാൻ താല്പര്യം. പോളിസി ആദ്യം ഒരുമിച്ച് നമുക്ക് സമരം ചെയ്യാം. എന്താ CPMൻ്റെ നയം എന്താണ്, മാണി കോൺഗ്രസ് നയം എന്താണ്? ഇവർ നേരത്തെ ഇതിനു വേണ്ടി ഒരു ശ്രമം നടത്തി. അതുകൊണ്ടാണല്ലോ മലമ്പുഴ പാലക്കാടാണ് തോന്നുന്നു അവർ പാർട്ടി പ്ലീനത്തിൽ കൊണ്ടുവന്നിട്ട് മൂലധനമൊക്കെ മാറ്റി വെച്ച് അധ്വാനവർഗ സിദ്ധാന്തം അവതരിപ്പിക്കാൻ അവസരം കൊടുത്ത് അതിലൊരു ട്രാക്ക് റെഡിയാക്കി വന്ന സമയത്താണ് UDF അത് മനസ്സിലാക്കുകയും ബോധപൂർവ്വം അതിന് ബ്ലോക്ക് ആക്കുകയും ചെയ്തു. അപ്പോൾ ഈ രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ ശിഥിലീകരണത്തിൻ്റെ പാതയിലാണ്. LDF ആനത്തലവട്ടം പറഞ്ഞു ഇങ്ങനെ UDFൻ്റെ LDFിലാണ് ആദ്യം സംഭവിച്ചത്. അതുള്ള വിട്ടുപോയി, RSP വിട്ടുപോയി. അന്നാരും 4 തൂണ് ഉള്ള 2 തൂണ് പോയി 2 തൂണിലാണ് നിൽക്കുന്നതെന്ന് ആരും വിലയിരുത്തിയില്ലല്ലോ. ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ പ്രധാന ഘടകകക്ഷികളിൽ ഒരെണ്ണം വിട്ടുപോയി സ്വതന്ത്രമായൊരു നിലപാടെടുത്തു. ഇനി 2 എണ്ണം അവരുടെ അതൃപ്തികൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇത് വരാൻ പോകുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം NDAയെ സംബന്ധിച്ചിടത്തോളം ഈ 2 മുന്നണികളെയും ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു ലൈനല്ല ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ പരമാവധി ഒരു രാഷ്ട്രീയ സഖ്യം എന്നുള്ള നിലയിൽ, കക്ഷി എന്നുള്ളതിൽ പരമാവധി അത് പ്രയോജനപ്പെടുത്താനുള്ള ശ്രമം നടത്തും. അതിനുള്ള തുടക്കങ്ങൾ കേരളത്തിലൊരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള കാലാവസ്ഥ രൂപപ്പെട്ടു വരുന്നു. അത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. ശരി, ശ്രീ ജോസഫ് വാഴക്കൻ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയാണ് എങ്കിലും അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വാഴക്കൻ, കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം. ശ്രീ ജോസഫ് വാഴക്കൻ, നിങ്ങളൊക്കെ വളരെ ശക്തമായി KM മാണിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം എന്ന് പ്രഖ്യാപിച്ചവരും ഉദ്ഘോഷിച്ചവരുമൊക്കെയാണ്. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ബന്ധം തുടരാനാണ് തീരുമാനം. അല്ലാതെ നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. കേരള കോൺഗ്രസിനെ ഞങ്ങൾ പറഞ്ഞു വിട്ടതല്ല. കേരള കോൺഗ്രസിന് സ്വയം മുഖം നന്നാക്കാനോ അല്ലെങ്കിൽ ശരീരം പുഷ്ടിപ്പെടുത്താനൊക്കെ ആയിട്ട് പോയിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾക്ക് അവരോട് ആ കാര്യത്തിലല്ലാതെ വേറെ നയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പഞ്ചായത്തുകൾ നിലനിർത്തേണ്ടത് അവർക്കും ആവശ്യമാണ്. കുറച്ച് പഞ്ചായത്തുകൾ ഞങ്ങൾക്കും നഷ്ടപ്പെടും. കാരണം കോട്ടയം ജില്ലയിലാണ് പ്രധാനമായി. ഇടുക്കി ജില്ലയിലെ ഏതാനും ചില പഞ്ചായത്ത് മാത്രമാണ്. അപ്പം ഞങ്ങളിപ്പോ പെട്ടെന്ന് തന്നെ ഒരു വൈകാരികമായ തീരുമാനമെടുത്ത് കേരള കോൺഗ്രസിന് വേണ്ട എന്നുകൊണ്ട് ആ പഞ്ചായത്തുകൾ മുഴുവൻ ഇടതുപക്ഷത്തിന്റെ കൈകളിലേക്കോ അതല്ലെങ്കിൽ മിക്കവാറും ഇടതുപക്ഷത്തിന്റെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോ അവര് സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ പഞ്ചായത്തുകൾ സഹകരിക്കുന്നതിന് ജോസഫ് വാഴക്കൻ, ഇന്നിപ്പോ കേരള കോൺഗ്രസ് മാണിയിൽ നിന്ന് ആരും ചർച്ചയ്ക്ക് വരുന്നില്ല. അതിന് കാരണമായി അവർ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ചരൽക്കുന്ന് ക്യാമ്പയിന് ശേഷം ഞങ്ങളെടുത്ത തീരുമാനത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇന്നിപ്പോൾ UDF ചേർന്ന് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഞങ്ങളുമായി സഹകരിക്കേണ്ട എന്നാണ് തീരുമാനിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് വന്നതിനെ. അപ്പോൾ ഞങ്ങളല്ല നിലപാട് മാറ്റിയത് UDF നേതൃത്വമാണ് എന്ന്. അതുകൊണ്ടാണ് അവർ വരാൻ പോലും തയ്യാറാത്തത്. അപ്പോൾ ഇതിൽ ആരുടെ ആത്മവിശ്വാസക്കുറവാണ്, ആരുടെ നിലപാടിലെ വിട്ടുവീഴ്ചയാണ് വളരെ പ്രകടമായി കാണുന്നത്? അല്ല, ഞങ്ങൾ ഏത് ഭാഗത്താണ് ഇവിടെ ആത്മവിശ്വാസക്കുറവിന്റെ പ്രശ്നം ഉണ്ടായത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഞങ്ങൾ അതിനകത്ത് ഒരിക്കൽ പോലും കേരള കോൺഗ്രസിനെ ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടില്ല. കേരള കോൺഗ്രസ് ഞങ്ങൾക്കെതിരെ ഏതെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവര് ചരൽക്കുന്നിലെ അവരുടെ തീരുമാനം പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ കോൺഗ്രസിനോ കോൺഗ്രസ് നേതാക്കന്മാർക്കോ എതിരായി ഏതെങ്കിലും ആരോപണങ്ങൾ അക്കമിട്ട് നിലത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെതിരെ തിരിച്ചു പറയുമായിരുന്നു. അല്ല, ഈ ആരോപണമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണല്ലോ PP തങ്കച്ചൻ പറഞ്ഞത് ഇങ്ങനെ മാത്രം തീരുമാനമെടുത്താൽ പോരാ, തദ്ദേശ സ്ഥാപനങ്ങളിലെ ബന്ധവും വേണ്ട എന്ന് വെക്കണം, അല്ലെങ്കിൽ നമുക്കത് വിച്ഛേദിക്കേണ്ടതുണ്ട് എന്ന്. അല്ല, അതൊരു പാർട്ടി തീരുമാനമായി പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ശ്രീ തങ്കച്ചനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അപ്പോൾ കാര്യം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു വൈകാരികമായ തീരുമാനമെടുത്ത് കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടി തദ്ദേശ സ്വയം സ്ഥാപനങ്ങൾ ഒരു 10-40 എണ്ണം മൊത്തത്തിൽ വരും, 2 കൂട്ടർക്കും കൂടെയുള്ള. അത് ഇടതുപക്ഷത്തിന്റെ കൈകളിലേക്ക്, അത് ഭൂരിപക്ഷമില്ലാത്ത ഇടതുപക്ഷത്തിന്റെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിൽ വിവേകപൂർവമായ തീരുമാനമെടുത്തു. കേരള കോൺഗ്രസുമായി ഞങ്ങൾക്ക് നയപരമായ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവരുടെ മേൽ ആ രീതിയിലുള്ള ആക്ഷേപവും ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അവരാണല്ലോ ഞങ്ങളുടെ ഭാഗത്തു നിന്നും തന്നെ അവർ മാറി നിൽക്കാൻ തീരുമാനിച്ചത്. ശരി, ടെലിഫോണിൽ തുടങ്ങുക. ശ്രീ ജോണി നെല്ലൂർ, ഇവിടെ കോൺഗ്രസ് നേതാക്കന്മാർ ഇന്ന് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അവരുടെ ഏകവാദഗതി ഇതാണ്: ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണിയുമായോ KM മാണിയുമായോ ഞങ്ങൾക്ക്
വ്യത്യസ്തമായൊരു നിലപാടില്ല എന്ന്. അപ്പോൾ വ്യത്യസ്തമായ നിലപാട് ഞങ്ങൾക്കില്ല, വ്യത്യസ്തമായ നിലപാടുണ്ട് എന്ന് പറയുന്നവർ തന്നെ പറയുന്നു ഞങ്ങളുമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സഹകരണം തുടരുമെന്ന്. എന്നാൽ പിന്നെ വേണ്ട, നിങ്ങൾ പൊയ്ക്കോ എന്ന് ഞങ്ങൾ എന്തിനു പറയണം? കാരണം ഞങ്ങൾക്കല്ലല്ലോ വ്യത്യസ്ത നിലപാടുള്ളത് എന്ന്. ഈ കേരള കോൺഗ്രസ് എമ്മിലെ പരസ്പര വിരുദ്ധമായ നിലപാടാണോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടിയത് ആ രൂപത്തിൽ തന്നെ തുടരാം എന്നിന്ന് കോൺഗ്രസിനെ കൊണ്ട് നിലപാടെടുപ്പിച്ചത്, UDF-നെ കൊണ്ട് നിലപാടെടുപ്പിച്ചത്, അതോ മറ്റെന്തെങ്കിലും താല്പര്യം അതിലുണ്ടോ? വേണു, ഇത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരള കോൺഗ്രസ് എം ചെറുക്കുന്നിലെടുത്ത തീരുമാനം എന്താ? ആ തീരുമാനം കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ ബഹുമാനായ മാണി സാർ പറഞ്ഞത്, ഞങ്ങൾ നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരുന്നുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷമായി പ്രവർത്തിക്കും. നിയമസഭയിൽ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സഹകരണ സ്ഥാപനങ്ങളിലും ഞങ്ങൾ കരാറനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കും. കാലാവധി പൂർത്തിയാകുന്നവരെ അങ്ങനെ പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പാർലമെന്റിൽ ഞങ്ങൾ പ്രശ്നാധിഷ്ഠിതമായി കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞു. ആ നിലപാട് പുറത്തു വന്നപ്പോൾ കോൺഗ്രസിന്റെ ഏതാനും ചില നേതാക്കന്മാർ വളരെ ആവേശത്തോടുകൂടി പ്രകോപനമുണ്ടാകത്തക്ക വിധത്തിൽ പ്രതികരണങ്ങൾ നടത്തി. അപ്പോൾ ഞങ്ങളൊക്കെ എടുത്ത നിലപാടെന്താ? ഞങ്ങൾക്ക് ഈ മുന്നണി നിലനിൽക്കണമെന്നും മുന്നണി ശക്തിപ്പെടണമെന്നും ആഗ്രഹമുള്ളവരായതുകൊണ്ടാണ് പ്രകോപനങ്ങൾ ഒഴിവാക്കണം, ഇനിയും പ്രകോപിപ്പിക്കരുത്. അങ്ങനെ പ്രകോപനപരമായ പ്രതികരണങ്ങളിലൂടെ ഇനി അവശേഷിക്കുന്ന ആളുകളെ പോലും മുന്നണിക്ക് പുറത്തേക്ക് വിടാനുള്ള ഒരു സാഹചര്യം ഒരുക്കരുത് എന്ന് പറഞ്ഞത് മറ്റൊരു അർത്ഥത്തിൽ ആരും കാണേണ്ടതായിട്ടില്ല. ഞാനൊക്കെ എന്നും UDF-നെ ശക്തിപ്പെടുത്തണം, UDF നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാ. ഇന്ന് UDF യോഗം ചേർന്നപ്പോൾ UDF-ലെ എല്ലാ ഘടകകക്ഷികളും ഒരേ അഭിപ്രായക്കാരായിരുന്നു. ഇന്നിപ്പോ ഏതായാലും എന്റെ സ്നേഹിതൻ ശ്രീ ജോസഫ് വാഴയ്ക്കന് വന്ന വലിയ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം അദ്ദേഹമായിരുന്നു വളരെ തീവ്രമായി കഴിഞ്ഞ ദിവസം ചർച്ചകൾ പങ്കെടുത്ത് പറഞ്ഞത്. ഇപ്പൊ അദ്ദേഹത്തിന് പോലും മാറ്റമുണ്ടായി. കാരണം യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ ഇപ്പോ അദ്ദേഹം പോലും തയ്യാറായിരിക്കുന്നു. എനിക്കേറെ സന്തോഷമുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്നുണ്ടായ UDF യോഗത്തിൽ പൊതുവികാരം എന്തായിരുന്നു? എല്ലാവരും ഒരുപോലെ പറഞ്ഞു, ആരെയും അവർ പോയത് തെറ്റ് അല്ലെങ്കിൽ പോയത് ഏകപക്ഷീയമായിട്ടാണ് അംഗീകരിക്കുന്നു. പക്ഷേ അവർ തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ആഗ്രഹത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണത്തിൽ യാതൊരു മാറ്റം ഉണ്ടാക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചത്. ആ പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് ലീഗ് അടക്കമുള്ള എല്ലാ കക്ഷികളും ഒരേ വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ പ്രകോപനപരമായ ആ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, അവർ ഇനിയും പ്രകോപിക്കേണ്ട കാര്യമില്ല എന്ന് പറയുകയും ഏതെങ്കിലും വിധത്തിൽ അവർ വരാൻ തയ്യാറായാൽ അവർ ഉൾക്കൊള്ളണമെന്നുള്ള പൊതുവികാരം അവിടെ ഉണ്ടാകുകയും ചെയ്തത്. അങ്ങനെ UDF-ന്റെ നന്മയെ കരുതി ഒരു പൊതുവികാരം ഉണ്ടായപ്പോൾ അത് ഉൾക്കൊള്ളുവാൻ കോൺഗ്രസിന്റെ മുഴുവൻ നേതാക്കന്മാരും അവർ തയ്യാറായാൽ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി പോകും. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞല്ലോ, ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള ആളുകൾ എത്രയോ പക്വതയോടുകൂടി കാര്യങ്ങൾ വീക്ഷിച്ചു, എത്രയോ പക്വതയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു. ചില നേതാക്കന്മാർ മാത്രം വളരെ പ്രകോപനപരമായി സംസാരിച്ചു, വികാരപരമായി സംസാരിച്ചു. അത് ഇപ്പോ ഒരു ബഹുമാനായ സ്നേഹിതൻ പറഞ്ഞു, കോൺഗ്രസിന്റെ 22 MLA-മാർ വിജയിച്ചു വന്നിരിക്കുന്നു, കേരള കോൺഗ്രസിന്റെ ഒരു സഹകരണവും കിട്ടിയിട്ടില്ല, ഞാൻ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞ ഒരു നേതാവ് പറയുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ആ നിയോജകമണ്ഡലങ്ങളിലൊക്കെ എത്രയോ കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരും ഘടകകക്ഷി പ്രവർത്തകരുമുണ്ട്, അവരുടെയൊക്കെ മനസ്സിന് വളരെ വേദന ഉണ്ടായില്ലേ? ആ ജയിച്ച MLA-മാർ പോലും പറയുമോ അത്? അപ്പൊ അങ്ങനെ വികാരപരമായി